പെരുന്നാളുകൾക്ക് ബാൻഡ് സെറ്റ് ടീമുകളെ വിളിച്ച് നമ്മൾ കൊട്ടിക്കാറുണ്ടല്ലോ. എന്നാൽ ഒരൊറ്റ മനുഷ്യൻ പോലും തൊടാതെ ഒരു വലിയ ബാൻഡ് വാദ്യം തനിയെ കൊട്ടിക്കയറിയാൽ എങ്ങനെയുണ്ടാകും? ന്യൂസിലാൻഡിലെ മേളകളിൽ ആളുകളെ മൂക്കത്ത് വിരൽ വെപ്പിക്കുന്ന ഒരു കൗതുക കാഴ്ചയുണ്ട്. അതാണ് ഫെയർ ഗ്രൗണ്ട് ഓർഗൻ. മലയാളി പ്രേക്ഷകർക്ക് ഏറെ കൗതുകം സമ്മാനിക്കുന്ന ഈ വിന്റേജ് മാന്ത്രിക പെട്ടിയുടെ വിശേഷങ്ങളിലേക്ക്. വാർത്തകൾ കാണുന്നതിന് മുൻപ് മലയാളി കാഴ്ച എന്ന ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വലിയ പെട്ടി വെറും ഒരു മ്യൂസിക് സിസ്റ്റം ആണെന്ന് കരുതിയാൽ തെറ്റി. കാത്ലീൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിന്റേജ് ഉപകരണം നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള സാങ്കേതിക വിദ്യയുടെ ജീവിക്കുന്ന തെളിവാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന വലിയ ലൗഡ് സ്പീക്കറുകളോ ആംപ്ലിഫയറുകളോ ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത്, അതായത് ഏകദേശം 130 വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിലെയും മറ്റും വലിയ കാർണിവലുകളിലും മേളകളിലും ജനങ്ങളെ ആകർഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രധാന വിനോദമായിരുന്നു ഇത്. വലിയ ജനത്തിരക്കിനിടയിലും ഇതിന്റെ ഉച്ചത്തിലുള്ള സംഗീതം ദൂരേക്ക് വരെ കേൾക്കാമായിരുന്നു. അന്നത്തെ കാലത്തെ ഡിജിറ്റൽ ജൂക്ക് ബോക്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഇതിന്റെ മധ്യഭാഗത്തായി അക്കോർഡിയനും വലുപ്പമേറിയ പൈപ്പുകളും കാണാം. താഴെയായി താളമിടാൻ ഡ്രംസും സിംബൽസും തനിയെ അടിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പെൻഡ്രൈവോ മെമ്മറി കാർഡോ ഒക്കെ ഉപയോഗിച്ച് പാട്ട് മാറ്റുന്നത് പോലെ അക്കാലത്ത് ബുക്ക് മ്യൂസിക് എന്ന് വിളിക്കുന്ന സുഷിരങ്ങളിട്ട പ്രത്യേക പേപ്പർ കാർഡുകളാണ് പാട്ടുകൾ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. ഈ പേപ്പർ കാർഡുകൾ കറങ്ങുമ്പോൾ മെഷീന്റെ ഉള്ളിലെ ശക്തമായ കാറ്റ് സുഷിരങ്ങളിലൂടെ കടന്നുപോകുകയും കൃത്യമായ പൈപ്പുകളിലൂടെയും ഡ്രമ്മുകളിലൂടെയും വായുവിനെ തിരിച്ചുവിടുകയും ചെയ്യും. ഒറ്റനോട്ടത്തിൽ ആരും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു ലൈവ് ഓർക്കസ്ട്രയാണ് ഇവിടെ മനുഷ്യ സഹായമില്ലാതെ അരങ്ങേറുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും കേടുപാടുകൾ കൂടാതെ ഇന്നും ഈ സംഗീത വിസ്മയം കാത്തുസൂക്ഷിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ന്യൂസിലൻഡിലെ മലയാളികളുടെ വാർത്തകൾ അറിയുന്നതിനും മലയാളികളുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ന്യൂസിലൻഡിലെ വിശേഷങ്ങളും അറിയുന്നതിനും മലയാളി കാഴ്ച എന്ന പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.